നമസ്കാരം. കേരളത്തിൻ്റെ വാണിജ്യ തലസ്ഥാനം, വികസനത്തിൻ്റെ പര്യായമായ കൊച്ചി നഗരം ഉൾപ്പെടുന്ന എറണാകുളം ജില്ല. ഇവിടുത്തെ രാഷ്ട്രീയ കാറ്റ് എങ്ങോട്ടാണ് വീശുന്നത്? നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ കാഹളം മുഴങ്ങിക്കഴിഞ്ഞു. എറണാകുളം ജില്ലയിലെ വിവിധ നിയമസഭാ മണ്ഡലങ്ങളുടെ രാഷ്ട്രീയ പശ്ചാത്തലം, നിലവിലെ സാമുദായിക സമവാക്യങ്ങൾ, വോട്ടർമാരുടെ പ്രതീക്ഷകൾ എന്നിവയാണ് ബിയോണ്ട് ദ ബാലറ്റ് ഇന്ന് പരിശോധിക്കുന്നത്. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. LDF തരംഗം ആഞ്ഞടിച്ച 2021 UDF മേധാവിത്വം എറണാകുളത്ത് ഇത്തവണയും തുടരുമോ? അതോ വികസന തുടർച്ച അവകാശപ്പെടുന്ന ഇടതുപക്ഷം എറണാകുളം തിരിച്ചുപിടിക്കുമോ? വരാപ്പുഴ മുതൽ മൂവാറ്റുപുഴ വരെയും കൊച്ചി മുതൽ കോതമംഗലം വരെയും കടുക്കുന്ന പോരാട്ടം. 2020 ഉൾപ്പെടെയുള്ള മൂന്നാം ശക്തികളുടെ സാന്നിധ്യം ഇത്തവണ എറണാകുളത്തെ രാഷ്ട്രീയ സമവാക്യങ്ങളെ എങ്ങനെ മാറ്റിമറിക്കും? മെട്രോയും സ്മാർട്ട് സിറ്റിയും മാത്രമല്ല, തീരദേശത്തെ പ്രശ്നങ്ങളും കാർഷിക മേഖലയിലെ പ്രതിസന്ധികളും ഇത്തവണ വോട്ടായി മാറുമ്പോൾ എറണാകുളം ആർക്കൊപ്പം നിൽക്കും? ഇത് പരിശോധിക്കുമ്പോൾ എനിക്കൊപ്പം ഇലക്ഷൻ ഡെസ്കിൽ നിന്നും ഐശ്വര്യ അനിൽ, കൊച്ചിയിൽ നിന്ന് ആദർശ് മുക്കട എന്നിവരും വിശകലനങ്ങളുമായി രാഷ്ട്രീയ നിരീക്ഷകൻ KG ജ്യോതിർഘോഷും ചേരുകയാണ്. ആദ്യം ഐശ്വര്യയിലേക്കാണ്. ഐശ്വര്യ, എറണാകുളം ജില്ലയിൽ 14 നിയമസഭാ മണ്ഡലങ്ങളാണുള്ളത്. 2021 തെരഞ്ഞെടുപ്പിൽ 9 UDFും 5 LDFുമാണ് വിജയിച്ചത്. 2016 ഇതേ കക്ഷി നില തന്നെയായിരുന്നു 9-5 എന്നത്. പക്ഷേ 2 മണ്ഡലങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിരുന്നു എന്ന് മാത്രം. അങ്ങനെ നോക്കുമ്പോൾ UDFിൻ്റെ ഒരു ശക്തി കേന്ദ്രമായി തന്നെ നമുക്ക് എറണാകുളം ജില്ലയെ കാണാൻ കഴിയും. ഈ ശക്തി 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം 2024 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ അത് 2.5 ലക്ഷത്തിലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷം നേടി UDF സ്ഥാനാർത്ഥി ഹൈബി ഈഡൻ അവിടെ വിജയിക്കുകയുണ്ടായി. അങ്ങനെ അതൊരു മേധാവിത്വമാക്കി മാറ്റി. ആ മേധാവിത്വം 2024 തദ്ദേശ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ UDF തൂത്തുവാരുന്ന ഒരവസ്ഥയിലേക്ക് എത്തുകയും ചെയ്തു. സമീപകാല തെരഞ്ഞെടുപ്പുകളുടെ ഒരു ചരിത്രമെടുത്ത് പരിശോധിക്കുമ്പോൾ എറണാകുളത്തെ രാഷ്ട്രീയത്തെ നമുക്ക് എങ്ങനെ വിലയിരുത്താം? രജീഷ് സൂചിപ്പിച്ചത് വളരെ ശരിയാണ്. ഒരുപക്ഷെ LDF രണ്ടാമത് പിണറായി സർക്കാർ വന്നപ്പോഴും വലിയ തോതിൽ സംസ്ഥാനത്താകെ വലിയ ഒരു അപ്രമാദിത്വം അവർക്കുണ്ടായിരുന്നപ്പോഴും അവിടെ എറണാകുളത്താണ് UDF പിടിച്ചു നിന്നത് എന്ന് നമുക്ക് പറയേണ്ടി വരും. UDF അല്ല, പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെ കാര്യം എടുത്തു പറയണം. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആകെ 21 സീറ്റുകൾ ലഭിച്ചപ്പോൾ അതിൽ 8 എണ്ണവും എറണാകുളം ജില്ലയിൽ നിന്നായിരുന്നു എന്നുള്ളത് UDFിനെ സംബന്ധിച്ചിടത്തോളം, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവർ ഏറ്റവും അധികം പ്രതീക്ഷ വയ്ക്കുന്ന ഒരു ജില്ലയാണ് എറണാകുളം എന്ന് ഒന്നുകൂടി ഉറപ്പിക്കുന്നതാണ് എന്നുകൂടി പറഞ്ഞു വെക്കണം. നേരത്തെ സൂചിപ്പിച്ചതുപോലെ 9 ജില്ല, അതായത് 2016 2021 9-5 എന്ന കണക്കിലാണ് LDFിൻ്റെയും UDFിൻ്റെയും ഒരു സീറ്റ് വിഹിതം നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകുന്നത്. അതിൽ ചില സീറ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം ഒരുപക്ഷെ CPM അവിടെ വളരെ വീക്കാണ് എന്നുള്ളതല്ല. പക്ഷേ ഈ പറഞ്ഞതുപോലെ കോൺഗ്രസിന് കുറച്ചുകൂടി സംഘടനാ സംവിധാനമുള്ള, സംഘടനാ ശക്തിയുള്ള ഒരു ജില്ലയാണ് എറണാകുളം എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫാക്ടർ. അതുകൊണ്ട് തന്നെ ഇത്തവണയും അവർ വലിയ തോതിൽ പ്രതീക്ഷ വച്ചു പുലർത്തുന്ന 10-ലധികം സീറ്റുകൾ തങ്ങൾക്ക് ഒപ്പം നിൽക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന ഒരു ജില്ലയാണ് എറണാകുളം എന്നുള്ളത് കൂടി എടുത്തു പറയണം. അവിടെ നമുക്ക് പറയേണ്ടത് വലിയ ഭൂരിപക്ഷത്തിൽ, അതായത് തെറ്റില്ലാത്ത ഭൂരിപക്ഷത്തിൽ തന്നെയാണ് അന്ന് UDFിനൊപ്പം അല്ലെങ്കിൽ കോൺഗ്രസിനൊപ്പം നിന്ന MLAമാരെല്ലാം ജയിച്ചു വന്നത് എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമാണ്. അതിൽ ഒരുപക്ഷെ തിരുത്തു വരുന്നത് എനിക്ക് തോന്നുന്നു തൃപ്പൂണിത്തറയിലാണ് 1000-ൽ താഴെ ഭൂരിപക്ഷം പോയത്. അവിടെയാണത് K ബാബുവിൻ്റെതാണ്. അദ്ദേഹം കഴിഞ്ഞ ദിവസം ഇഞ്ചോടിഞ്ച് പോരാട്ടമായിരുന്നു. കാരണം അവിടെ LDF ആ മണ്ഡലം പിടിച്ചെടുത്തു. അത് പിന്നീട് വീണ്ടും K ബാബു തിരിച്ചു പിടിക്കുകയായിരുന്നു. അങ്ങനെയാണ് ഒരു നേരിയ ഭൂരിപക്ഷത്തിൽ K ബാബു വീണ്ടും അവിടെ വിജയിച്ചത്. തീർച്ചയായും അത് നമുക്ക് ഒരുപക്ഷെ തൃപ്പൂണിത്തറ മാത്രമല്ല, മൂവാറ്റുപുഴയും UDF പിടിച്ചെടുത്ത ഒരു സമയമായിരുന്നു. കാരണം സംസ്ഥാനത്താകെ ഈ പറഞ്ഞതുപോലെ LDFിൻ്റെ തരംഗം എന്ന് പറഞ്ഞപ്പോഴും എറണാകുളം ജില്ല കോൺഗ്രസിനൊപ്പം നിന്നു എന്നുള്ളതാണ്. 2016 ഈ സൂചിപ്പിച്ചതുപോലെ K ബാബു അവിടെ പരാജയം ഏറ്റുവാങ്ങിയതാണ്. അതിനുശേഷം 2021 അദ്ദേഹം മണ്ഡലം തിരിച്ചു പിടിച്ചു. പക്ഷേ ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷത്തിൽ എന്നുകൂടി നമ്മൾ പറഞ്ഞു വെക്കണം. മാത്രമല്ല ഈ പറഞ്ഞതുപോലെ 2016 മുതൽ അവിടെ BJPയുടെ ഒരു വളർച്ച അത് വളരെ പ്രകടമായിരുന്നു. എന്തായാലും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ തോതിൽ സംഘടനാ സംവിധാനമുള്ള, കൃത്യമായ കോൺഗ്രസിന് ബേസ് ഉള്ള ഒരു ജില്ലയാണ്. എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്, മറ്റ് 13 ജില്ലകളെ അപേക്ഷിച്ച് നോക്കുമ്പോഴും സംഘടനാ സംവിധാനത്തിൽ കുറെ കൂടി മുന്നോട്ട് പോയ, എന്തായാലും ഒരു കെട്ടുറപ്പുള്ള സംഘടനാ സംവിധാനം കോൺഗ്രസിന് ഉള്ള ജില്ലകളിൽ ഒന്നാണ് എറണാകുളം എന്ന് തന്നെ പറയാം, അല്ലേ?
തീർച്ചയായും അത്തരത്തിലുള്ള സംഘടനാ സംവിധാനമുണ്ട് എന്ന് മാത്രമല്ല, എനിക്ക് തോന്നുന്നു ഈ സംസ്ഥാനത്താകെ എല്ലാ DCC കൃത്യമായി നമ്മൾ ആ ലിസ്റ്റ് പരിശോധിച്ചാൽ മുഹമ്മദ് ഷിയാസിന്റെ നേതൃത്വത്തിലുള്ള ഒരു കമ്മിറ്റി അത് കൃത്യമായ പ്രവർത്തനം, അദ്ദേഹം DCC പ്രസിഡന്റ് എന്നുള്ള നിലയിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുന്നത് എറണാകുളം ജില്ലയിലാണ്. മാത്രമല്ല പ്രതിപക്ഷ നേതാവ് VD സതീഷിന്റെ ജില്ല കൂടിയാണ്. അങ്ങനെ ഒരു പ്രത്യേകത കൂടി അവിടെയുണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായ ഒരു സംഘടനാ സംവിധാനത്തിലാണ് കാര്യങ്ങൾ പോകുന്നത്. മാത്രമല്ല ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ്, അതിനുശേഷം ലോക്സഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോഴും അവിടെ കൃത്യമായൊരു മേൽക്കോയ്മ അവിടെ ഉണ്ടായിരുന്നു. ഹൈബി ഈഡന്റെ ഭൂരിപക്ഷമൊക്കെ അത്രയധികം വർദ്ധിച്ചത് നമ്മൾ കണ്ടതാണ്. അത് കോൺഗ്രസിന് നൽകിയ ഊർജ്ജം ചെറുതല്ല. അതിനുശേഷം ഏറ്റവും ഒടുവിൽ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സെമി ഫിനാലെ എന്നൊക്കെ നമ്മൾ വിശേഷിപ്പിച്ച തദ്ദേശ തെരഞ്ഞെടുപ്പ്, അവിടെയും ഒരു വലിയ സ്വീപ്പ് ഓവർ അത് കോൺഗ്രസിന് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. കോൺഗ്രസിന് വലിയ ആത്മവിശ്വാസം നൽകുന്നത് അവർ കോർപ്പറേഷൻ പിടിച്ചെടുത്തു എന്നതടക്കമുള്ള ഒരു കോൺഫിഡൻസ് അത് കോൺഗ്രസിനുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 10-ലധികം സീറ്റുകൾ തങ്ങൾക്ക് പിടിച്ചെടുക്കാനാകുമെന്നുള്ള ആത്മവിശ്വാസം തന്നെയാണ് കോൺഗ്രസിനുള്ളത്. തീർച്ചയായും വ്യക്തമാണ് ഐശ്വര്യ. നമുക്കിനി KG ജ്യോതിർഘോഷിൻ്റെ വിശകലനം കൂടി കേൾക്കാം. UDF ഈ മണ്ഡലങ്ങളെ പഠിക്കുകയും ഈ പറഞ്ഞതുപോലെ ജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികളെ നിർത്തുകയും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 2 മുതൽ 3 സീറ്റുകൾ വരെ കൂടുതൽ UDF നേടാനുള്ള സാധ്യതയുണ്ട്. ഉദാഹരണത്തിന് ഇപ്പം ഈ 2020 BJPയിലെ NDAയും തമ്മിൽ NDAയുടെ ഭാഗമായിട്ട് മാറിയിരിക്കുന്നൊരു സാഹചര്യമുണ്ട്. അപ്പോൾ അത് ആരെയായിരിക്കും കൂടുതൽ ബാധിക്കുക എന്നുള്ളൊരു വിഷയമൊക്കെ വരും. എങ്കിലും ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു കോതമംഗലം മണ്ഡലത്തിൽ ഇപ്പം LDF കാൻഡിഡേറ്റ് ജയിച്ചിരിക്കുന്നത്, CPMൻ്റെ പ്രതിനിധി ജയിച്ചിരിക്കുന്നത് വെറും 6000 ശിഷ്ടം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ്. അപ്പോൾ ഈ 2020 NDAയും ഒന്നിച്ച് നിന്ന് വോട്ട് വാങ്ങുകയും അവർ കൂടുതൽ വോട്ട് വാങ്ങുകയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിലൊക്കെ വളരെയധികം ഈ 6605 വോട്ടിൻ്റെ വ്യതിയാനം എന്നൊക്കെ പറഞ്ഞാൽ വളരെ അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ അനായാസം മാറിപ്പോകുന്നതാണ്. അതോടൊപ്പം തന്നെ അവിടെ ഈ ഇപ്രാവശ്യം ജമാഅത്തെ ഇസ്ലാമിയും അതേപോലെ തന്നെ ന്യൂനപക്ഷങ്ങളും ശേഷം മുസ്ലിം വിഭാഗം UDFനോടൊപ്പം തന്നെ നിൽക്കുമെന്നുള്ളതിൽ സംശയമില്ല. അപ്പം കോതമംഗലത്തും അത്യാവശ്യം ഒരു മുസ്ലിം ജനസംഖ്യയുള്ള സ്ഥലമാണ്. അവരും UDFനോടൊപ്പം നിന്ന് കഴിഞ്ഞാൽ കോതമംഗലം പോലുള്ള മണ്ഡലങ്ങളൊക്കെ തിരിച്ചു പിടിക്കാൻ സാധ്യതയുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം മുസ്ലിം സമൂഹം മുഴുവൻ LDFനായിരുന്നു കേരളത്തിൽ മൊത്തം വോട്ട് ചെയ്യുന്നത്. പക്ഷേ ഇപ്രാവശ്യം അത് വിപരീത അവസ്ഥയിലേക്ക് വരും. 3 സീറ്റുകൾ വരെ UDFന് അധികം കിട്ടിയേക്കാമെന്നാണ് ജ്യോതിർഘോഷ് വിലയിരുത്തുന്നത്. എന്തായാലും കൊച്ചിയിൽ നിന്ന് ആദർശ് മുക്കട കൂടി ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ആദർശ്, നമുക്കറിയാം എറണാകുളം ജില്ല ക്രിസ്ത്യൻ വോട്ടുകൾക്ക് വളരെ മേൽക്കൈയുള്ള ഒരു ജില്ല കൂടിയാണ്. അവിടുത്തെ സീറോ മലബാർ സഭയുടെ സാന്നിധ്യം അവരുടെ ശക്തി കേന്ദ്രമാണ്. യാക്കോബായ സഭ ആർക്ക് ഒപ്പം നിൽക്കും? ലത്തീൻ സഭയുടെ സ്വാധീനവും വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. ഇങ്ങനെയൊക്കെ വിലയിരുത്തുമ്പോൾ ക്രിസ്ത്യൻ വോട്ടുകൾ ഇക്കുറി ആരെ പിന്തുണയ്ക്കും? സാധാരണ UDFൻ്റെ ഒരു മേൽക്കൈക്ക് പ്രധാന കാരണവും ഇവരുടെ പിന്തുണ തന്നെയാണ്. എല്ലാ ക്രൈസ്തവ സഭകൾക്കും കൃത്യമായ സ്വാധീനമുള്ള ജില്ലയാണ് എറണാകുളം. അത് ഏതെങ്കിലും ഒരു പ്രത്യേക സഭ എന്നതിനപ്പുറത്തേക്ക് എല്ലാ സഭകൾക്കും അതാത് മേഖലകളിൽ കൃത്യമായ സ്വാധീനം എല്ലാ സഭകൾക്കുമുണ്ട്. പ്രത്യേകിച്ച് നഗരപ്രദേശങ്ങളിലേക്കും മറ്റും വരുമ്പോൾ ലാത്തിൻ സഭ വലിയൊരു നിർണായക ഘടകം തന്നെയാണ്. നമുക്കറിയാം, കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിലാണെങ്കിലും അതിനു മുമ്പ് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണെങ്കിലും അതിന് തൊട്ടു മുമ്പ് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളും എല്ലാം തന്നെ ക്രൈസ്തവ സഭകൾ ആരെ അനുകൂലിക്കുന്നു അതിനനുസരിച്ച് വിജയം ആർക്കാണോ വിജയം ഉണ്ടാകുക എന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറുന്ന ഒരു സാഹചര്യം കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലെല്ലാം തന്നെ എറണാകുളത്ത് വ്യക്തമായിരുന്നു. സഭകൾ ആർക്കൊപ്പം നിൽക്കുന്നു, അല്ലെങ്കിൽ സഭകളെ പിണക്കാതെ സഭകളുടെ താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് ആർക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നുവോ അവർ തെരഞ്ഞെടുപ്പിൽ ജയിക്കുന്ന ഒരു സാഹചര്യം എറണാകുളം ജില്ലയിലുണ്ട്. മറ്റു പല ജില്ലകളിലും അതൊരു പ്രഖ്യാപനം അല്ലെങ്കിൽ സഭയോ ഏതെങ്കിലും ഒരാളെ പിന്തുണയ്ക്കുന്നു എന്നതിനപ്പുറത്തേക്ക് എറണാകുളത്തേക്ക് വരുമ്പോൾ കുറച്ചും കൂടി ആരെയാണോ സഭകൾ പിന്തുണയ്ക്കുന്നത് അവർ വിജയിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കഴിഞ്ഞ തവണകളിലെല്ലാം കണ്ടതാണ്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ നമ്മൾ കണ്ടതാണ് എറണാകുളത്തെ മേയറുടെ ഒരു പ്രസ്താവന, തന്നെ ലത്തീൻ സഭയാണ് തന്നെ മേയർ ആക്കിയത് എന്ന് പരസ്യമായി പറയാനും അവർ തയ്യാറായി. അത്രത്തോളം വലുതാണ് അവരുടെ സ്വാധീനം. തീർച്ചയായും അത് ഈ മേയർ സ്ഥാനത്തേക്ക് മാത്രമല്ല, നമുക്കറിയാം ഇപ്പോൾ കൊച്ചി മണ്ഡലവുമായി ബന്ധപ്പെട്ട്, അതായത് കൊച്ചി മണ്ഡലത്തിൽ നേരത്തെ കളമശ്ശേരി മണ്ഡലം മുസ്ലിം ലീഗിന് കൊടുത്തിട്ട് നിലവിൽ മുസ്ലിം ലീഗിന്റെ കയ്യിലുള്ള കളമശ്ശേരി മണ്ഡലം കോൺഗ്രസ് ഏറ്റെടുത്തിട്ട് പകരം കൊച്ചി മുസ്ലിം ലീഗിന് തിരിച്ചു കൊടുക്കുക എന്നൊരു ധാരണ UDFനുള്ളിൽ ഏറെക്കുറെ ഉരുത്തിരിഞ്ഞു വന്നതായിരുന്നു. അപ്പോഴാണ് ലത്തീൻ സഭ അവിടെ ഒരു കാരണവശാലും കൊച്ചി മണ്ഡലം വിട്ടുകൊടുക്കരുത്, കൊച്ചി മണ്ഡലത്തിൽ
ലത്തിൻ സമുദായത്തിൽ നിന്നുള്ള ഒരാൾ മത്സരിക്കണമെന്നൊരു താക്കീത് കോൺഗ്രസ് നേതൃത്വത്തിന് നൽകുന്നത്. അതോടെയാണ് അങ്ങനെയുള്ള ഒരു തീരുമാനത്തിൽ, അതായത് ലീഗിന് കൊച്ചി വിട്ടുകൊടുക്കുക എന്നൊരു തീരുമാനത്തിൽ നിന്ന് കോൺഗ്രസിന് പിന്നോട്ട് പോകേണ്ടി വന്നത്. ലത്തിൻ സമുദായത്തിൽ നിന്നുള്ള ഒരാളെ മത്സരിപ്പിച്ചില്ലെങ്കിൽ കൊച്ചിയിൽ UDF സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യില്ല എന്നൊരു കർശനമായൊരു നിർദ്ദേശം അല്ലെങ്കിൽ കർശനമായ ഒരു തീരുമാനം ലത്തിൻ സഭ എടുക്കുകയുണ്ടായി. ആ തീരുമാനം കോൺഗ്രസിനെ വല്ലാതെ കുഴപ്പിച്ചിരിക്കുകയാണ്. അതേ സമാനമായ നിലയിൽ തന്നെയായിരുന്നു മേയർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മേയർ സ്ഥാനത്തേക്ക് തങ്ങളുടെ സമുദായത്തിൽ നിന്നുള്ള ഒരാളെ മേയർ ആക്കണമെന്നുള്ള ഒരു കർക്കശ നിലപാട് തന്നെ ലത്തീൻ സഭ സ്വീകരിക്കുകയായിരുന്നു. അതിനു മുന്നിൽ കോൺഗ്രസിന് പ്രത്യേകിച്ച് UDF നേതൃത്വത്തിൽ വഴങ്ങേണ്ടി വന്നൊരു കാഴ്ചയും നമ്മൾ കണ്ടതാണ്. ഇത് സമീപകാലത്തൊന്നുമല്ല. എറണാകുളത്തിന്റെ രാഷ്ട്രീയം പരിശോധിച്ചു കഴിഞ്ഞാൽ എല്ലാ കാലത്തും സഭകൾ പ്രഖ്യാപിക്കുന്നവരെ ഏറ്റെടുക്കേണ്ടതായും സഭകൾ പ്രഖ്യാപിച്ചവരെ സ്ഥാനാർത്ഥികളാക്കേണ്ടിയും എല്ലാ കാലത്തും കോൺഗ്രസിന് വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് കോൺഗ്രസ് പോലെ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് സഭകളുടെ താല്പര്യങ്ങളെ കേൾക്കാതെ പോയി കഴിഞ്ഞാൽ അതുണ്ടാക്കുന്ന വിന ചെറുതൊന്നും ആയിരിക്കില്ല. അത് പല ഘട്ടങ്ങളിലും പല തെരഞ്ഞെടുപ്പുകളിലും നാം നേരിട്ട് കാണുകയും ചെയ്തതാണ്. അതുതന്നെയാണ് ഈ മേയർ സ്ഥാനത്തേക്ക് നടന്ന തെരഞ്ഞെടുപ്പിലും ഏറ്റവും ഒടുവിൽ കൊച്ചി മണ്ഡലത്തിന്റെ കാര്യത്തിലും കോൺഗ്രസ് നേതൃത്വത്തിന് സഭയുടെ താല്പര്യങ്ങൾക്ക് വഴങ്ങേണ്ടി വന്നത്. അത് നാളെ ഉണ്ടാകുന്ന ഒരു പരാജയത്തെ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ്. സഭയെ പിണക്കി കഴിഞ്ഞാൽ അല്ലെങ്കിൽ സഭയുടെ താല്പര്യങ്ങൾ ഏതെങ്കിലും തരത്തിൽ സംരക്ഷിക്കാതെ പോയി കഴിഞ്ഞാൽ വരുന്ന തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടും. അത് കേവലം കൊച്ചി മണ്ഡലത്തിൽ മാത്രമാണ്. ആദർശ് പറഞ്ഞതനുസരിച്ച് സഭകളുടെ പിന്തുണ എന്ന് പറയുന്നത് അതൊരു അനുഗ്രഹം മാത്രമല്ല, അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടി വരുന്നത് പലപ്പോഴും കോൺഗ്രസിന് വലിയ ബുദ്ധിമുട്ടായി മാറുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ സീറോ മലബാർ സഭയുടെ കാര്യം കൂടി നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. അവരുടെ സിനഡ് നടക്കുമ്പോഴാണ് VD സതീശന്റെ സന്ദർശനമുണ്ടായത്. അത് വലിയ വാർത്തയായിരുന്നു. മാത്രമല്ല VD സതീശനെ പ്രതിപക്ഷ നേതാവിനെ വിളിച്ചു വരുത്തിയതാണ് എന്ന രീതിയിലും വാർത്തകൾ വന്നിരുന്നു. സീറോ മലബാർ സഭയുടെ ഒരു സ്വാധീനം അല്ലെങ്കിൽ അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കേണ്ടി വരിക, ആ രീതിയിൽ നമുക്ക് അങ്ങനെ കാണാൻ കാര്യങ്ങൾ. സീറോ മലബാർ സഭ എറണാകുളത്തെ സംബന്ധിച്ച് വളരെ നിർണായകമായ ഒരു സഭയാണ്. പ്രത്യേകിച്ച് എറണാകുളത്തിന്റെ പ്രധാന മേഖലകളിലെല്ലാം തന്നെ സഭയ്ക്ക് വലിയ തോതിലുള്ള ഒരു സ്വാധീനമുണ്ട്, ഒരു നിർണായക ശക്തി തന്നെയാണ്. മാത്രവുമല്ല എല്ലാ കാലത്തും കോൺഗ്രസിനും UDFനും അനുകൂലമായി വോട്ട് ചെയ്യുന്ന ഒരു വലിയൊരു വിഭാഗം തന്നെയാണ്. എന്നാൽ കഴിഞ്ഞ കുറെ നാളുകളായി അവരുടെ പല വിഷയങ്ങളും, പ്രത്യേകിച്ച് സഭാ തർക്കം ഉൾപ്പെടെയുള്ള പല വിഷയങ്ങളിലും ഒരു കൃത്യമായ ഒരു സ്റ്റാൻഡ് എടുക്കുവാൻ UDFനോ കോൺഗ്രസിനോ ഒന്നും കഴിയാതെ പോകുന്ന ഒരു സാഹചര്യമുണ്ട്. അത്തരത്തിൽ ഏറെക്കുറെ NSS ഒക്കെ സ്വീകരിക്കുന്ന പോലെ ഒരു സമദൂര നിലപാടിലേക്ക് ഏതെങ്കിലുമൊക്കെ ഘട്ടത്തിൽ സഭയും പോകുമെന്ന നിലയിലേക്കുള്ള ചർച്ചകൾ വലിയ തോതിൽ വ്യാപകമാകുന്നതിനിടയിലായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ പൊടുന്നനെയുള്ള സിനഡിലെ സന്ദർശനം. മലബാർ സഭയെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമായ സിനഡ് യോഗം നടക്കുമ്പോഴായിരുന്നു, സിനഡ് സമ്മേളനം നടക്കുമ്പോഴായിരുന്നു രാത്രിയിൽ തന്റെ ഔദ്യോഗിക വാഹനം പോലും ഉപയോഗിച്ച് സ്വകാര്യ വാഹനത്തിൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആരെയും അറിയിക്കാതെ സഭാസ്ഥാനത്തേക്ക് എത്തി മതശ്രേഷ്ഠരുമായി കൂടിക്കാഴ്ച നടത്തുന്നത്. ഈ കൂടിക്കാഴ്ചയിൽ പ്രധാനമായും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സഭയുടെ ചില താല്പര്യങ്ങളാണ് ചർച്ച ചെയ്തത് എന്നൊരു വിവരം സ്ഥിരീകരിക്കാത്തപ്പെടാത്തൊരു വിവരം പുറം ലോകത്തേക്ക് എത്തുന്നു. സ്വാഭാവികമായും ഈ ഒരു കൂടിക്കാഴ്ച പെട്ടെന്നുണ്ടായതല്ല. കഴിഞ്ഞ കുറെ നാളുകളായി പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ നേതൃത്വത്തിൽ വിവിധ സഭാ അധ്യക്ഷന്മാരെയും അതോടൊപ്പം തന്നെ സഭാ മേലധ്യക്ഷന്മാരെയും അതോടൊപ്പം തന്നെ മറ്റു പ്രധാനപ്പെട്ട ആളുകളൊക്കെ കാണുകയും വിവിധ തരത്തിലുള്ള ചർച്ചകൾ പുരോഗമിക്കുകയും ചെയ്യുകയാണ്. അപ്പോഴും കോൺഗ്രസിനുള്ളിൽ അല്ലെങ്കിൽ UDFനുള്ളിൽ സാമുദായിക നേതാക്കന്മാരുടെയും സാമുദായിക സംഘടനകളുടെയും താല്പര്യം സംരക്ഷിക്കാതെ ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ രാഷ്ട്രീയപരമായ തീരുമാനങ്ങളുമായി പാർട്ടിയും നേതൃത്വവും തെരഞ്ഞെടുപ്പും എല്ലാമായി മുന്നോട്ട് പോകണമെന്നൊരു താല്പര്യം ചില നേതാക്കൾക്കൊക്കെ ഉണ്ട്. എന്നാൽ അത്തരം ഒരു തീരുമാനത്തിനൊപ്പം നിൽക്കുവാനുള്ള ധൈര്യം ഏതായാലും ഇന്നത്തെ കോൺഗ്രസ് പാർട്ടിക്കില്ല, ഇന്നത്തെ കോൺഗ്രസ് നേതൃത്വത്തിനില്ല. കാരണം സഭകളെ പിണക്കിക്കഴിഞ്ഞാൽ, ഏതെങ്കിലും വല്ല സാമുദായിക നേതൃത്വങ്ങളെ പിണക്കിക്കഴിഞ്ഞാൽ അത് വലിയ തിരിച്ചടി നൽകുന്ന ഒരു യാഥാർത്ഥ്യം കോൺഗ്രസ് മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് കോൺഗ്രസ് തയ്യാറാവില്ല. മാത്രമല്ല ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ ക്രൈസ്തവ സഭകൾക്ക് അത്രമേൽ ആധിപത്യമുള്ള ജില്ല തന്നെയാണ് എറണാകുളം ജില്ല. അവിടുത്തെ ഒട്ടുമിക്ക മണ്ഡലങ്ങളിലും ആ സ്വാധീനം വ്യക്തവുമാണ്. ഇനി നമുക്ക് LDFന്റെ കാര്യങ്ങൾ പരിശോധിക്കാം. ഐശ്വര്യ അനിലാണ് ചേരുന്നത്. ഐശ്വര്യ, നമുക്കറിയാം മന്ത്രി P രാജീവിൻ്റേതടക്കമുള്ള 5 മണ്ഡലങ്ങളാണ് LDFന് CPMന് അവിടെ എറണാകുളം ജില്ലയിൽ സ്വന്തമായുള്ളത്. LDFന് ഇത്തവണ അനുകൂലമാകുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്, പ്രത്യേകിച്ചും കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒരു വലിയ തിരിച്ചടി നേരിട്ട സാഹചര്യത്തിൽ? റിജീഷ്, നേരത്തെ നമ്മൾ പറഞ്ഞു തൃപ്പൂണിത്തറയും മൂവാറ്റുപുഴയും ഒക്കെ UDF പിടിച്ചെടുത്ത കാര്യം. ഒരിക്കലും നമുക്ക് CPMനെ എറണാകുളം ജില്ലയിൽ എഴുതി തള്ളാനാകില്ല എന്നുള്ളതാണ്. കാരണം പല സീറ്റുകളും CPM പിടിച്ചെടുത്ത ഒരു ചരിത്രം എറണാകുളം ജില്ലയിലുണ്ട്. കഴിഞ്ഞ തവണ കളമശ്ശേരിയും കുന്നത്തുനാടുമാണ് LDF പിടിച്ചെടുത്തത്. അവിടെ
നമുക്ക് എടുത്തു പറയേണ്ടത് ഈ പറഞ്ഞതുപോലെ UDFന്റെ സംഘടനാ സംവിധാനം, UDFന്റെ അത്രമേൽ ശക്തമായൊരിടം, പ്രതിപക്ഷ നേതാവുള്ള ഇടം, മുഹമ്മദ് ഷിയാസിനെ പോലൊരു DCC പ്രസിഡന്റ് ഉള്ളൊരിടം, അവിടെ പല മണ്ഡലങ്ങളിലും, അതായത് ഇപ്പോൾ നിലവിൽ 5 മണ്ഡലങ്ങളിലാണ് LDFന്റെ കയ്യിലുള്ളത്. അവിടെ കൃത്യമായ അല്ലെങ്കിൽ മികച്ച MLAമാർ എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുന്ന MLAമാർ എന്നുള്ള രീതിയിൽ വേണം നമുക്കതിനെ വിലയിരുത്താൻ. അവർക്ക് കോമ്പറ്റീഷനായി വരുന്ന ആളുകളെ സ്ഥാനാർത്ഥികളായി പ്രഖ്യാപിക്കുന്നതായിരിക്കും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ 5 മണ്ഡലങ്ങളിലും ഏറ്റവും നിർണായകമാകും. നമുക്കറിയാവുന്നതുപോലെ ഇത്തവണ കോൺഗ്രസിനൊരു ജീവൻ മരണ പോരാട്ടമാണ്. അതുകൊണ്ട് തന്നെ ഈ LDFൽ നിന്ന് പരമാവധി സീറ്റുകൾ പിടിച്ചെടുക്കുക എന്നൊരു ലക്ഷ്യം അത് കോൺഗ്രസിനുമുണ്ട്. അപ്പോൾ ഇത്തരം P. രാജീവ് അടക്കമുള്ള, P. രാജീവ് മന്ത്രിയാണ്, ബാക്കിയുള്ളവർ 4 MLAമാരുണ്ട്. അങ്ങനെ ആകെ 5 MLAമാർക്ക് അത്രയും ടൈറ്റ് ആയിട്ടൊരു കോമ്പറ്റീഷൻ അത് കൃത്യമായൊരു സ്ഥാനാർത്ഥിത്വത്തിലൂടെ നൽകാൻ കഴിയുക എന്നുള്ളതാണ് UDFനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ വെല്ലുവിളി. നമ്മൾ ഈ പറയുന്ന പോലെ പലയിടങ്ങളിലും, തിരുവനന്തപുരത്തും അതായിരുന്നു വെല്ലുവിളി. കാരണം LDFന്റെ MLAമാരൊക്കെ മികച്ച പ്രവർത്തനം, പ്രാദേശികമായി കൃത്യമായി മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുന്നവരാണ്. അവർക്ക് കൃത്യമായ ഒരു കോമ്പറ്റീഷൻ നൽകാൻ കഴിയുക എന്നുള്ളതാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒരു വെല്ലുവിളി. അതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. LDFനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ CPMനെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ ഇനിയും പിടിച്ചെടുക്കാൻ കഴിയുന്ന, അല്ലെങ്കിൽ പല സീറ്റുകളും പിടിച്ചെടുത്ത ചരിത്രമുള്ള ഒരു ജില്ലയിൽ കൃത്യമായി MLAമാർ കൃത്യമായ പ്രവർത്തനം കാഴ്ചവെക്കുന്ന ഒരു ജില്ലയാണ്. അതുകൊണ്ട് തന്നെ അവിടെ തങ്ങളുടെ സിറ്റിംഗ് സീറ്റുകൾ നിലനിർത്തുക എന്നത് മാത്രമല്ല, കൂടുതൽ സീറ്റുകൾ പിടിച്ചെടുക്കുക എന്നുള്ളതാണ് LDFനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ CPMനെ സംബന്ധിച്ചിടത്തോളം അവർ ഏറ്റവും അധികം പ്രതീക്ഷ വയ്ക്കുന്നത്. ഐശ്വര്യ സൂചിപ്പിച്ചതുപോലെ തന്നെ മേൽക്കൈ ഉണ്ടാക്കണമെങ്കിൽ നല്ല സ്ഥാനാർത്ഥികളെ തന്നെ രംഗത്തിറക്കേണ്ടതുണ്ട്. പഴയതുപോലെ ചിഹ്നം നോക്കി മാത്രം വോട്ട് ചെയ്യുന്ന ഒരു കാലമല്ല. വ്യക്തിപ്രഭാവം അത് വളരെ പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ്. എന്തായാലും അവിടുത്തെ LDFന്റെ സ്ഥിതി KG ജ്യോതിർഘോഷ് എങ്ങനെ വിലയിരുത്തുന്നു എന്ന് കേൾക്കാം. കളമശ്ശേരി മണ്ഡലത്തിൽ ഒരു നല്ല ശക്തനായ ഒരു മുസ്ലിം സ്ഥാനാർത്ഥി, ഒരു മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട UDF സ്ഥാനാർത്ഥി വന്ന് മത്സരിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മന്ത്രി P. രാജീവിന് ശക്തമായ ഒരു വെല്ലുവിളിയായിരിക്കും. ഒരു പക്ഷേങ്കിൽ ജയസാധ്യതയുണ്ടാവും. വേണമെങ്കിൽ കളമശ്ശേരി രാജീവിന് നല്ല ഒരു ഇതിനകം അടിത്തറ ഉണ്ടാക്കുകയും നല്ല ഒരു പിന്തുണയൊക്കെ ഉള്ളൊരു മണ്ഡലം തന്നെയാണ്. കഴിഞ്ഞ പ്രാവശ്യം ഈ പറഞ്ഞതുപോലെ മുസ്ലിം ജനവിഭാഗത്തിൻ്റെ വോട്ട് രാജീവിന് നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇപ്രാവശ്യം അത് UDFലേക്ക് പോകാനാണ് കൂടുതൽ സാധ്യത. അതുകൊണ്ട് കളമശ്ശേരിയിൽ ഒരു സ്ഥാനാർത്ഥി, UDFൻ്റെ ഒരു സ്ഥാനാർത്ഥിയുടെ മികവിൻ്റെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും അത് എങ്ങോട്ട് പോകും എന്നുള്ളത്. ബാക്കിയുള്ള മണ്ഡലങ്ങളൊക്കെ ഈ LDFൻ്റെ കയ്യിൽ ഇരിക്കുന്ന മണ്ഡലങ്ങൾ LDFന് ഏകദേശം നിലനിർത്താൻ കഴിയുന്ന മണ്ഡലങ്ങൾ തന്നെയാണ്. തൃപ്പൂണിത്തുറയാണ് പിന്നെ മറ്റൊന്ന് വരുന്നത്. പക്ഷേ തൃപ്പൂണിത്തുറ വളരെ ശക്തനായ ഒരു സ്ഥാനാർത്ഥി UDFൻ്റെ വന്ന് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സ്ഥാനാർത്ഥിക്കും സാധ്യത കൂടുതലാണ്. ഈ പറഞ്ഞതുപോലെ LDFൻ്റെ പ്രചാരണം ഏറ്റവും കൂടുതൽ സ്വാധീനിക്കാനിടയുള്ള ഒരു മണ്ഡലം കൂടിയാണ് തൃപ്പൂണിത്തുറ. അപ്പോൾ ആ രീതിയിൽ നോക്കുന്ന സമയത്ത് നല്ല ഒരു ശക്തനായ ഒരു LDF കാൻഡിഡേറ്റ്, അത് M. സ്വരാജനെ വീണ്ടും മത്സരിക്കാൻ അവിടെ വരികയാണെന്നുണ്ടെങ്കിൽ അത് എത്രമാത്രം വിജയിക്കുമെന്ന് പറയാൻ പറ്റത്തില്ല. മറിച്ച് LDF ഒരു പൊതു സ്വീകാര്യനായ ഒരു വ്യക്തിയെ ഇവിടെ തൃപ്പൂണിത്തുറയിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ, കാരണം തൃപ്പൂണിത്തുറ മണ്ഡലത്തിൽ നല്ല ബേസുള്ള കൂട്ടത്തിലാണ് ഈ LDFന്. അപ്പോൾ അവിടെ ഒരു സാധ്യതയുണ്ട്. സ്ഥാനാർത്ഥിയുടെ മികവ് തന്നെയാണ് KG ജ്യോതിർഘോഷും ചൂണ്ടിക്കാണിക്കുന്നത്. ഇനി ആദർശിലേക്ക് പോകാം. ആദർശ്, കൊച്ചിയിൽ മുനമ്പത്തെ വഖഫ് ഭൂമിയുമായി ബന്ധപ്പെട്ട പ്രശ്നം വലിയ ചർച്ചാ വിഷയമായി മാറിയിരുന്നു, വലിയ വാർത്താ പ്രാധാന്യം നേടിയിരുന്നു. അവിടെ പല രാഷ്ട്രീയ പാർട്ടികളും ഇതൊരു സുവർണാവസരമാക്കുവാനുള്ള ശ്രമവും നടത്തിയിരുന്നു. എന്നാൽ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അത് വേണ്ട രീതിയിൽ ഏശിയില്ല എന്ന് തോന്നുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ മുനമ്പം വിഷയം ഏതെങ്കിലും രീതിയിൽ ചർച്ചാ വിഷയമാകുമോ, അല്ലെങ്കിൽ അവിടുത്തെ വോട്ടെടുപ്പിനെ സ്വാധീനിക്കുമോ? മുനമ്പം വിഷയം ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മുന്നണിക്കോ ഈ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഗുണകരമാകുമെന്ന് തോന്നുന്നില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മുനമ്പം വിഷയത്തെ രാഷ്ട്രീയമായി ഉപയോഗിക്കുവാൻ എല്ലാ പാർട്ടികളും എല്ലാ മുന്നണികളും തന്നെ ശ്രമിച്ചിരുന്നു. പ്രത്യേകിച്ച് BJP ആണ് അത് കൂടുതൽ ശ്രമിച്ചത്. വഖഫ് ബില്ല് പാസ്സാക്കുന്നതോടെ മുനമ്പത്തെ പ്രശ്നങ്ങൾ ഏറെക്കുറെ പരിഹരിക്കപ്പെട്ടു എന്ന രീതിയിൽ വ്യാപകമായി പ്രചരണം നടത്തുന്നു. അതിനനുസരിച്ച് BJPക്ക് അനുകൂലമായിട്ട് ഈ സമരസമിതി മാറുന്നു. എന്നാൽ പെട്ടെന്ന് തന്നെ ഈ വഖഫ് ബില്ല് കൊണ്ട് മുനമ്പത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നില്ല എന്ന യാഥാർത്ഥ്യം ഈ മുനമ്പത്തെ ജനത തിരിച്ചറിഞ്ഞു. തുടർന്ന് ഈ ഹൈക്കോടതിയിലും മറ്റും ചില സത്യവാങ്മൂലം സർക്കാർ നൽകുന്നു. അത്തരത്തിൽ സർക്കാർ ഇടപെട്ട് ഈ സമരം
പിൻവലിക്കുന്ന നിലയിലേക്ക് മാറുന്നു. പക്ഷെ ഇപ്പോഴും ഒരു വിഭാഗം, അതായത് BJP അനുകൂലികളായ ഒരു വിഭാഗം സമരം തുടരുകയാണ്. ഏറെക്കുറെ 500 ദിവസങ്ങൾ ആ സമരം പിന്നിടുകയും ചെയ്യുന്നു. ആ ഒരു ഘട്ടത്തിലും കോൺഗ്രസും UDF-ഉം ആകട്ടെ അവിടെയും ഇവിടെയും ഇല്ലാത്ത ഒരു നിലപാട്, അതായത് മുനമ്പത്തെ ജനതയെ തള്ളിക്കളയുന്നതുമില്ല, മുനമ്പത്തെ ഭൂമിയിൽ നിന്ന് ആരെയും ഇറക്കി വിടാൻ തങ്ങൾ അനുവദിക്കില്ല എന്ന് പറയുമ്പോൾ അതോടൊപ്പം തന്നെ ഇത് രണ്ടിടത്ത് നിൽക്കുന്ന പോലെ ഒരു നിലപാട് ഇവിടെ UDF സ്വീകരിക്കുന്നു. അങ്ങനെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എല്ലാ മുന്നണികളും മുൻപത്തെ വിഷയത്തിൽ സജീവമായി തന്നെ ഇടപെടുന്നു, അല്ലെങ്കിൽ അതിനെ തങ്ങൾക്ക് അനുകൂലമായ രീതിയിൽ മാറ്റുന്നതിന് വേണ്ടിയുള്ള ഇടപെടലുകൾ നടത്തുന്നു. പക്ഷേ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിലെ ഫലം പരിശോധിക്കുകയാണെങ്കിൽ ആ മേഖലയിൽ ഉൾപ്പെടെ UDF വലിയൊരു തേരോട്ടം തന്നെ കാഴ്ചവെച്ചു. UDF-നാണ് ഈ മേഖലകളിലെല്ലാം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ റിസൾട്ട് ഉണ്ടായത്. പ്രത്യേകിച്ച് ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളുടെ ഉൾപ്പെടെയുള്ള ആളുകളെല്ലാം വിജയിച്ചു വന്നത് UDF-ന്റേതാണ്. അതോടൊപ്പം തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ഈ സമരവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളുടെ പിന്തുണയും ഉൾപ്പെടെയുള്ളത് UDF-ന് കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. തെരഞ്ഞെടുപ്പിൽ മുനമ്പം വിഷയം കാര്യമായി എഫക്ട് ചെയ്തില്ല എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത്. എന്തായാലും ഏതൊരു വിഷയത്തിൽ ഇടപെടുമ്പോഴും വോട്ട് തന്നെയാണ് രാഷ്ട്രീയ പാർട്ടികൾക്ക് വിഷയം. നമുക്കിനി BJP-യുടെ അവസ്ഥ എറണാകുളത്ത് എങ്ങനെയാണെന്ന് നോക്കാം. BJP നയിക്കുന്ന NDA ഇത്തവണ ശക്തമായ സാന്നിധ്യമാക്കാൻ ഒരുങ്ങുകയാണ് എറണാകുളത്ത്. ഇതിനു പുറമെ കിഴക്കമ്പലം കേന്ദ്രീകരിച്ചുള്ള 2020 കുന്നത്തനാട് മണ്ഡലത്തിൽ നിർണായക ശക്തിയായി മാറുമോ എന്നതും ചർച്ചാ വിഷയമാണ്. ജ്യോതിർ ഘോഷ് എന്താണ് ഈ കാര്യത്തിൽ വിലയിരുത്തുന്നത് എന്ന് കേൾക്കാം. BJP മുന്നണിയുടെ എറണാകുളം ജില്ലയിൽ ഇത്തവണ ഈ ഇലക്ഷനിൽ എന്തെങ്കിലും ഒരു വിജയം കൈവരിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല. അതേസമയത്ത് ഈ 2020 NDA-യുടെ ഭാഗമായതിൻ്റെ പശ്ചാത്തലത്തിൽ ഇപ്പോൾ കുന്നത്തനാടൊക്കെ വളരെയധികം വോട്ടവർ മറിയാൻ സാധ്യതയുണ്ട്. പിന്നീട് ഈ വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിൽ അത് കണ്ടറിയണം എത്രമാത്രം ഈ 2020-യുടെ വോട്ട് NDA-ക്ക് കിട്ടുന്നു എന്നുള്ളത് കണ്ടറിയണം. പക്ഷേ അവിടെ ഒരു സീറ്റ് പിടിക്കത്തക്ക രീതിയിൽ എറണാകുളം ജില്ലയിൽ BJP-ക്ക് ഉയരാൻ കഴിഞ്ഞിട്ടില്ല. അതിനുള്ള സാധ്യതയും വിരളം തന്നെയാണ്. അല്ല, ഈ രണ്ട് ശക്തമായ മുന്നണികൾ ഇരുവശത്തും നിൽക്കുകയല്ലേ, ഇതിനിടയ്ക്കൂടെ വേണം BJP-ക്ക് വളർന്നു വരാനായിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് എന്തെങ്കിലും സാധ്യതകൾ ഉള്ള ഒരു മണ്ഡലം എന്ന് പറയുന്നത് തൃപ്പൂണിത്തുറ മണ്ഡലമാണ്. ആ തൃപ്പൂണിത്തുറ മണ്ഡലത്തിൽ പോലും BJP-ക്ക് ഒരു ജയസാധ്യതയെക്കുറിച്ച് ആത്മവിശ്വാസത്തോടെ ചിന്തിക്കാനുള്ള സാധ്യത ഇപ്പോഴും ഉണ്ടായിട്ടുള്ളത് തന്നെയാണ്. BJP-ക്ക് വിജയസാധ്യതയൊന്നും അത്ര എളുപ്പത്തിൽ നടക്കുന്ന കാര്യമല്ല എന്നാണ് ജ്യോതിർ ഘോഷ് വിലയിരുത്തുന്നത്. ആദർശ് മുക്കടയിലേക്ക് പോകാം. ആദർശ് 2020 അവരുടെ NDA പ്രവേശനം അത് പെട്ടെന്നുള്ള ഒരു മൂവായിരുന്നു. അത് കുന്നത്ത് നാട്ടിൽ ഏതെങ്കിലും രീതിയിൽ BJP-ക്ക് മേൽക്കൈ നേടിക്കൊടുക്കുമോ, അതൊരു വിജയത്തിലേക്ക് എത്തിക്കാനൊക്കെയുള്ള ശക്തി അവർക്കുണ്ടോ? ഇനി അതല്ല, മറ്റു മണ്ഡലങ്ങളിൽ ഇത് ഏതെങ്കിലും രീതിയിൽ സ്വാധീനിക്കുമോ? BJP-യുടെ എറണാകുളം ജില്ലയിലെ മൊത്തത്തിലുള്ള ഒരു പെർഫോമൻസ് ഏത് രീതിയിലായിരിക്കും? എറണാകുളം ജില്ലയിൽ BJP മറ്റ് ജില്ലകളെ അത്രത്തോളം തന്നെ വലിയൊരു തേരോട്ടമൊന്നുമില്ലെങ്കിൽ തൃപ്പൂണിത്തുറ നഗരസഭ BJP-യുടെ അധികാരത്തിലേക്ക് വരുന്നൊരു കാഴ്ച നമ്മൾ കണ്ടതാണ്. 2020-യെ സംബന്ധിച്ച് എറണാകുളം ജില്ലയിൽ നിർണായകമായ ഒരു ശക്തി തന്നെയാണ് 2020. കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ജില്ലയിൽ ആകെ 7 പഞ്ചായത്തുകളിൽ മാത്രമാണ് LDF-ന് വിജയിക്കുവാൻ സാധിച്ചിട്ടുള്ളത്. ആ നിലയിൽ നോക്കിക്കഴിഞ്ഞാൽ 4 പഞ്ചായത്തുകളിൽ 2020-ക്ക് വിജയിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. 4 പഞ്ചായത്തുകളിൽ വിജയിച്ചിട്ടുള്ള ഒരു പാർട്ടി, അത്രത്തോളം സ്വാധീനമുള്ള പാർട്ടി, 4 പഞ്ചായത്തുകളോളം വിശാലമായി സംഘടനാ പ്രവർത്തനം നടത്തുന്ന ഒരു പാർട്ടി, ആ ഒരു രാഷ്ട്രീയ പാർട്ടി BJP-ക്കൊപ്പം നിൽക്കുമ്പോൾ BJP-യുടെ വോട്ട് ശതമാനവും 2020-യുടെ വോട്ട് ശതമാനവും കൂടി ചേർക്കുകയാണെങ്കിൽ ഏറെക്കുറെ 30% വോട്ട് വിഹിതം NDA-ക്ക് എറണാകുളം ജില്ലയിൽ ഉണ്ടാകുന്നു. അതൊരു ചെറിയ കാര്യമല്ല. പ്രത്യേകിച്ച് തൃപ്പൂണിത്തുറ, അതോടൊപ്പം തന്നെ പെരുമ്പാവൂർ, കുന്നത്തുനാട് നിയോജക മണ്ഡലങ്ങളെല്ലാം തന്നെ 2020 ഒരു സ്വാധീനമായി മാറുകയാണെങ്കിൽ അത് NDA-ക്ക് BJP നേതൃത്വം നൽകുന്ന NDA മുന്നണിക്ക് ഉണ്ടാകുന്ന ഗുണം ചെറുതൊന്നുമായിരിക്കില്ല. അപ്പോഴും എടുത്തു പറയേണ്ട ഒരു കാര്യം, സ്വതന്ത്രമായി ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഒപ്പം നിൽക്കാതെ 2020 സ്വീകരിച്ച നിലപാട്, ആ നിലപാടിൽ നിന്നും ഒരു മുന്നണിയിലേക്ക് വരുമ്പോൾ ഇന്നലകളിൽ പിന്തുണച്ചിട്ടുള്ള ആളുകൾ എത്രത്തോളം വരുന്ന നാളുകളിലും പിന്തുണയ്ക്കുമെന്നുള്ള കാര്യം ശ്രദ്ധേയമാണ്. കാരണം പല ആളുകളും 2020-യോട് അകലുന്നൊരു സ്ഥിതിയുണ്ട്. എന്നാൽ 2020-യുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സാബു എം ജേക്കബ് ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്നത് ഈ ഒരു രാഷ്ട്രീയ തീരുമാനത്തിൽ പാർട്ടിക്കുള്ളിലെ മുഴുവൻ പ്രവർത്തകരും നേതാക്കളും പാർട്ടിക്കുള്ളിൽ എടുത്തിട്ടുള്ള ഈ തീരുമാനത്തിനൊപ്പം നിൽക്കുന്നു എന്നതാണ്. അങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ ആദർശ് ചൂണ്ടിക്കാണിച്ചത്
2020 സ്വതന്ത്രമായി നിന്നപ്പോൾ അവർക്ക് ലഭിച്ച പിന്തുണ അവർ ഒരു രാഷ്ട്രീയ പാർട്ടിയെ പിന്തുണയ്ക്കുമ്പോൾ, പ്രത്യേകിച്ച് BJPയെ പിന്തുണയ്ക്കുമ്പോൾ ലഭിക്കുമോ എന്ന് അടുത്ത തെരഞ്ഞെടുപ്പിൽ തന്നെ കണ്ടറിയേണ്ട കാര്യമാണ്. ഐശ്വര്യയിലേക്ക് കൂടി പോകുമ്പോൾ ഐശ്വര്യ നേരത്തെ സൂചിപ്പിച്ച ഒരു കാര്യമുണ്ട്, സ്ഥാനാർത്ഥി നിർണയത്തെക്കുറിച്ച്. സ്ഥാനാർത്ഥി നിർണയം പാളിപ്പോയാൽ നമ്മൾ ഇതുവരെ വിലയിരുത്തിയ ഈ രാഷ്ട്രീയമായ അനുകൂല ഘടകങ്ങളൊന്നും തന്നെ വോട്ടെടുപ്പിൽ പ്രതിഫലിക്കില്ല. അവിടെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ്റെ മണ്ഡലം ഉൾപ്പെടുന്നുണ്ട്. എറണാകുളം ജില്ലയിൽ മന്ത്രി P രാജീവുണ്ട്. തൃപ്പൂണിത്തുറ അടക്കമുള്ള ചില മണ്ഡലങ്ങളിൽ ചില സർപ്രൈസ് സ്ഥാനാർത്ഥികൾ, രമേശ് പിഷാരടിയുടെ അടക്കം പേരുകൾ പറഞ്ഞു കേൾക്കുന്നുണ്ട്. സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് മുന്നണികൾ കടക്കുകയാണ്. ഈ ഒരു അവസരത്തിൽ നമുക്ക് അതിനെ എങ്ങനെയാണ് കാണാൻ കഴിയുക? തീർച്ചയായും എറണാകുളം ജില്ലയെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമാകുന്നത് സ്ഥാനാർത്ഥി നിർണയം തന്നെയായിരിക്കും. ഞാൻ സൂചിപ്പിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യവും അതുതന്നെയാണ്. അവിടെയുള്ളതിൽ ഒരുപക്ഷെ ഇപ്പോൾ നിലവിൽ 9 സീറ്റ് ഉണ്ടെങ്കിൽ അത് 10-ലധികമാക്കാനുള്ള ഒരു കണക്കുകൂട്ടലാണ് കോൺഗ്രസിനുള്ളത്, UDFിനുള്ളത്. അങ്ങനെ ഒരു കണക്കുകൂട്ടൽ ശരിയാകണമെങ്കിൽ അവിടെ കൃത്യമായ സ്ഥാനാർത്ഥികൾ വേണം. ഈ പറഞ്ഞതുപോലെ LDFിൻ്റെ കയ്യിലുള്ള 5 സീറ്റുകൾ അത് വളരെ സേഫായിരിക്കുന്ന സീറ്റുകളാണ്. കാരണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ പൊളിറ്റിക്സിനപ്പുറത്തേക്ക് മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുന്ന MLAമാർ എന്നൊരു ടാഗ് കൂടിയുണ്ട്. അപ്പോൾ അതിന് കൃത്യമായി കോമ്പറ്റീഷൻ നൽകാൻ പറ്റുന്ന സ്ഥാനാർത്ഥികളെ UDF കണ്ടെത്തണം, അല്ലെങ്കിൽ കോൺഗ്രസ് കണ്ടെത്തണം എന്നുള്ളതാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ്. LDFിനെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമായും ഈ കഴിഞ്ഞ നാളുകൾ സീറ്റുകൾ പിടിച്ചെടുത്ത ചരിത്രം എറണാകുളം ജില്ലയിൽ CPMനുണ്ട്, LDFിനുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള സ്ഥാനാർത്ഥികളെ നിർത്തി ഏതെങ്കിലും സീറ്റുകൾ കൂടി തങ്ങൾക്കൊപ്പമാക്കാനുള്ള ഒരു കണക്കുകൂട്ടലായിരിക്കും LDFിനുള്ളത്. BJPയെ സംബന്ധിച്ചിടത്തോളം BJP നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ പലയിടങ്ങളിലും കാര്യമായ വളർച്ച പല ജില്ലകളിലും കാഴ്ചവെക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുപോലെ തന്നെയാണ് തൃപ്പൂണിത്തുറ മുനിസിപ്പാലിറ്റി പോലും ഇപ്പോൾ BJPയാണ് ഭരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അവിടെ തങ്ങൾക്ക് ഒരു സീറ്റ് കിട്ടുമോ, നിയമസഭയിലേക്ക് എത്താൻ പറ്റുമോ എന്നുള്ള ഒരു വർക്കാണ് അവർ നടത്തുന്നത്. എന്തായാലും കൃത്യമായി ഈ 2020 ഒക്കെ കൊണ്ടുവന്നുകൊണ്ട് BJPയും കാര്യമായ ഒരു വർക്ക് എറണാകുളം ജില്ലയിൽ നടത്തുന്നുണ്ട്. എന്തായാലും ഈ എറണാകുളം ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമാവുക 3 മുന്നണികളുടെയും സ്ഥാനാർത്ഥി നിർണയം തന്നെയായിരിക്കും. തീർച്ചയായും സ്ഥാനാർത്ഥി നിർണയത്തിൽ ഞെട്ടിക്കുന്ന പല പരീക്ഷണങ്ങൾക്കും വേദിയായ മണ്ഡലങ്ങളാണ് എറണാകുളം ജില്ലയിലുള്ളത്. ഇത്തവണത്തെ സ്ഥാനാർത്ഥി നിർണയം എന്താകുമെന്നറിയാൻ നമുക്ക് കാത്തിരിക്കുക തന്നെ വേണം. രാഷ്ട്രീയ തന്ത്രങ്ങളും മറുതന്ത്രങ്ങളും മെനയുന്ന ഇക്കാലയളവിൽ വോട്ടർമാരുടെ നിശബ്ദമായ തീരുമാനം എന്താകുമെന്നറിയാൻ കാത്തിരിക്കാം. തെരഞ്ഞെടുപ്പ് വിശകലനങ്ങളുമായി വീണ്ടും കാണാം. നമസ്കാരം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.